പാദങ്ങളുടെ സുരക്ഷ നമ്മൾ തന്നെ കെയർ ചെയ്യണം. കാലിലേക്ക് മുഴുവൻ പഴുപ്പ് കയറി പിന്നെ അത് വലിയ ഓപ്പറേഷൻസിലേക്ക് പോകുന്ന അവസ്ഥ കാണാറുണ്ട്. വിരലകത്തേക്ക് പതുക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ഈ ഡയബറ്റീസ് ഉള്ള രോഗികൾ ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് പറയും. നമ്മുടെ പാദരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാദങ്ങളുടെ സുരക്ഷ നമ്മൾ തന്നെ കെയർ ചെയ്യണം. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഈ നമ്മുടെ ചൂടായി കിടക്കുന്ന ഈ തറയിൽ കൂടെ വെയിലടിച്ച് ചൂടായി കിടക്കുന്ന തറയിലൂടെ നടക്കുന്നു. ഈ ബെയർ ഫുട്ടായിട്ട് ചെരുപ്പിടാൻ നടക്കുമ്പോൾ പൊള്ളുകയും പിന്നെ അത് ഇൻഫെക്ഷനായി വരും. കാരണം ഡയബറ്റീസ് ഉള്ളപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ ന്യൂറോപ്പതി എന്ന് പറയും നെർവ്സിനെ പതുക്കെ ബാധിച്ചിട്ട് നമ്മൾ വേദന അറിയാതെ ഒരു സിറ്റുവേഷൻ വരും. ഇതേപോലെ തന്നെ നമ്മളുടെ വിരലിനിടയിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വിരലകത്തേക്ക് പതുക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡീഫോമിറ്റി എങ്ങോട്ടേലും നമ്മളുടെ ചെറുവിരലുകളെല്ലാം നമ്മുടെ കാലിലെ വിരലുകൾ നോർമൽ ഇതിൽ നിന്ന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെയുള്ള കേസുകൾ പതുക്കെ ആ വിരലിൻ്റെ അറ്റത്ത് ചെറിയ തഴമ്പുകൾ ഉണ്ടാവുകയും അവിടുന്ന് വീണ്ടും പതുക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. സോ എപ്പോഴും നമ്മൾ ഒരു പാദരക്ഷ ഉപയോഗിച്ച് മാത്രമേ നടക്കാവുള്ളൂ. അത് നല്ല സ്ട്രോങ് ആയിട്ട്, അതുപോലെ തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ളത് വേണ്ട. അതേപോലെ തന്നെ ഒരു സോക്സ് പോലുള്ള സംഭവം എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഈവൻ ഒരു ചെറിയൊരു പ്രാണിയുടെ കുത്തുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഒത്തിരി ഷുഗർ ഹൈ ആണെങ്കിൽ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് പറയുന്നത് ഒരു ഡയബറ്റീസ് ഉള്ള രോഗിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും ഇങ്ങനെ ചെറിയൊരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് സിവിയറായി കാലിലേക്ക് മുഴുവൻ പഴുപ്പ് കയറി പിന്നെ അത് വലിയ ഓപ്പറേഷൻസിലേക്ക് പോകുന്ന അവസ്ഥ കാണാറുണ്ട്. സോ നമ്മളുടെ ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ നമുക്കത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.